നിങ്ങളുടെ കരിയറിൽ നിങ്ങളിപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാർഡ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാർഡ്സ് വന്നത് ഏസ് ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്, ദ ഹൈ പ്രീസ്റ്റസ്, എയ്റ്റ് ഓഫ് സോർഡ്സ്, ക്യൂൻ ഓഫ് സോർഡ്സ്, ദ ലവേഴ്സ്, ഏസ് ഓഫ് സോർഡ്സ്, സെവൻ ഓഫ് വാണ്ട്സ്, ദ ഹെയർ ഓഫ് വെൻഡ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കരിയറിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അതിന് നല്ലൊരു ബിഗിനിങ് ആയിട്ടുള്ള ഒരു സ്റ്റേജായിട്ട് ഇതിനെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് നിങ്ങൾ കരിയറിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. കാരണം അതൊരു ഫിനാൻസായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ആ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഫിനാൻസ് വേണ്ടതായിട്ട് വരും. ചിലപ്പോൾ അത് ഒരു ഹൈ എമൗണ്ട് ആയിരിക്കാം. അതായിരിക്കാം നിങ്ങൾ ആലോചിച്ചിരിക്കുന്നത്. കാരണം നിങ്ങൾ ആക്ഷൻ എടുക്കാതാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് ആലോചിച്ച് നിൽക്കുവാണ്. എന്നാൽ നിങ്ങൾക്കിഷ്ടമുള്ള ആ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാനായിട്ടും അതുപോലെ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സാധിക്കാനായിട്ടും നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്ന വ്യക്തിയായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അത് നിങ്ങളുടെ വളരെ വലിയ ഒരു സ്ട്രെങ്ത് ആയിട്ടാണ് കാണുന്നത്. അതുപോലെ നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളുടെ ചിന്തകളെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് നോക്കുമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഇന്നർ വോയിസിനെ അല്ലെങ്കിൽ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയായിട്ടാണ്, വളരെ സ്ട്രോങ് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണുന്നത്. അത് നിങ്ങളുടെ വലിയൊരു സ്ട്രെങ്ത് ആണ്. പക്ഷേ നിങ്ങളെ തടയുന്നത് ഫിനാൻസാണ്. നിങ്ങൾ ചിലപ്പോൾ ആ ഒരു റിസ്ക് എടുക്കാൻ വേണോ വേണ്ടയോ എന്ന് മടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. പക്ഷേ നിങ്ങളൊരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്ന, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ നിന്നും മുന്നോട്ട് പോകും. അതുപോലെ നിങ്ങൾക്കിവിടെ ഏസ് ഓഫ് സോർഡ്സും ദ ലവേഴ്സ് കാർഡും വന്നിട്ടുണ്ട്. ഇത് യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ആ ഒരു കരിയറിൽ നിന്നും നിങ്ങൾക്ക് സക്സസ് കിട്ടുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതിനുള്ള എല്ലാ സപ്പോർട്ടും യൂണിവേഴ്സ് നൽകുന്നുണ്ട്. അത് യൂണിവേഴ്സ് ഡയറക്റ്റായിട്ടല്ലെങ്കിലും മറ്റുള്ളവരുടെ പ്രസൻസിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വേയിൽ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറ്റുള്ള വ്യക്തികളുണ്ടാകും എന്നാണ് കാണിക്കുന്നത്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാൻ മറ്റുള്ള വ്യക്തികൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ ചുറ്റുമുള്ളവർ ആയിരിക്കണമെന്നില്ല, യൂണിവേഴ്സ് നൽകുന്ന കുറച്ച് പേർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, ചിലപ്പോൾ അത് ഒരാളായിരിക്കാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാലും നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ചിന്തകളുമായിട്ട് നിങ്ങൾക്കൊരു ഫൈറ്റ് ഉണ്ടാകും. അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് മുന്നോട്ട് പോകുമ്പോൾ. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളോട് ഫൈറ്റ് ചെയ്താലും നിങ്ങൾക്ക് പുതിയൊരു ഐഡിയ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നീട്. അപ്പോൾ ആ ഒരു ഐഡിയ കിട്ടുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ മുന്നോട്ട് അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കാനായിട്ട് കഴിയും. അതും വളരെ കോൺഫിഡൻറ്റോടു കൂടി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഇതിനു മുന്നേ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസും നിങ്ങളുടെ തോട്ട്സിനോടൊരു ഫൈറ്റും ഒക്കെ ഉണ്ടാകാം. പക്ഷേ കുറച്ച് നെഗറ്റീവായി പോയേക്കാം. പക്ഷേ അതിനുശേഷം ചിലപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾക്കുള്ള ഒരു ഐഡിയ നിങ്ങൾ തന്നെ കണ്ടെത്തുന്നതായിരിക്കാം. ഇല്ലെങ്കിൽ മറ്റ് ഒരു വ്യക്തി ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കൊണ്ടു തരുന്നതുമായിരിക്കാം.